നമ്മള് മലയാളികൾക്ക് ഒരു ശീലമുണ്ട്, പരിചയമുള്ളവരെ കുറെ നാൾക്ക് ശേഷം കാണുമ്പോൾ ആദ്യം തന്നെ ചോദിക്കണ ചോദ്യം, 2 ചോദ്യം ചോദിക്കുക. ആദ്യം ചോദിക്കണത് ഉണങ്ങി 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 ഉണക്കമത്തി പോലെയല്ലോ, അതല്ലെങ്കിൽ ചോദിക്കും ഉരുണ്ട് എങ്ങോട്ടാന്ന്. ഇന്നിപ്പോ റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റില് എന്റെ ഗസ്റ്റിന്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ പോണ്, ഉണങ്ങി 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 എങ്ങോട്ടാ? ഒരു 6 മാസം മുന്നേ ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ ആയിട്ടാണ് ഇവിടെ സ്റ്റുഡിയോയില് വിനീത് ശ്രീനിവാസൻ ആദ്യം വന്നത് കേട്ടോ. അന്ന് അത്യാവശ്യം നല്ല നടിച്ചുണ്ട്, ഗുണ്ടുമായിട്ട്. അന്ന് എന്നോട് പറയുകയും ചെയ്തു വണ്ണം കൂടി എന്നൊക്കെ. അതെ അതെ, അന്ന് ഡയറക്ട് ചെയ്യുന്ന സമയത്ത് കൂടും, അഭിനയിക്കുന്ന സമയത്ത് കുറയും. പൊതുവെ അങ്ങനെയാണ്. അഭിനയിക്കുന്ന സമയത്ത് മാത്രമല്ല, ഡയറക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഉത്തരവാദിത്തമല്ലോ. ഇതിപ്പോ കീശേന്ന് ഇങ്ങനെ ഈ പൈസ അങ്ങനെ പോണ കാണുമ്പോഴേ ഒരു സങ്കടം ഉണ്ടാവും. കാരണം ഇന്നിപ്പോ സ്പോട്ട്ലൈറ്റിൽ വന്നിരിക്കുന്നത് ഒരു പ്രൊഡ്യൂസറിന്റെ ടൈറ്റിലോട് കൂടി അല്ലേ? അതെ. സിനിമയുടെ പേര് ആനന്ദം. ആനന്ദം. അതിന്റെ ക്ഷീണാണോ? ആനന്ദത്തിന്റെ ക്ഷീണമല്ല, ആനന്ദമായിട്ട് ഈ ക്ഷീണത്തിന് ബന്ധമില്ല. ഞാൻ എബി എന്ന് പറഞ്ഞൊരു സിനിമ ഞാനിപ്പോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പടത്തിന് വേണ്ടിയിട്ട് അതിന്റെ ഡയറക്ടർ തടി കുറയ്ക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചാണ്. കുറച്ച് സൗന്ദര്യമൊക്കെ കുറയ്ക്കാൻ പറഞ്ഞോ? പ്രശ്നമാണോ? ആ പടത്തില് അത്ര സൗന്ദര്യത്തിന്റെ ആവശ്യമില്ല. ഇത്ര വേണ്ട അല്ലേ? ഇത്ര വേണ്ട. മുടിയൊക്കെ നീട്ടി വളർത്തി. മുടി നീട്ടിയിട്ട് അതില് മൊത്തത്തില് ഹെയർ സ്റ്റൈലൊക്കെ വ്യത്യാസമുണ്ട്. അല്ലാത്ത സമയത്ത് ഒരു ഹെയർ ബാൻഡ് ഇട്ട് വെച്ചേക്ക്, അല്ലെങ്കിൽ എന്റെ മുടി നിൽക്കൂല. ടാൻ ആവാനൊക്കെ പറഞ്ഞു. ടാൻ ആയതാ. ഇപ്പൊ വിനീത് വിചാരിക്കണ്ടോ ഇവിടെ വന്നിട്ട് എന്നെ വെറുതെ ബോഡി ഷേമിങ് ചെയ്യാനാണല്ലോ? അങ്ങനെ ചെയ്യരുതെന്നാണ്, പക്ഷെ പറയണമല്ലോ. ഒരു കുഴപ്പമില്ല. അവിടെ ഞങ്ങൾക്ക് കട്ടപ്പനയിലും തൊടുപുഴയിലും ഒക്കെ ആയിരുന്നു ഷൂട്ട്, പാറപ്പുറത്തും ഒക്കെ ആയിരുന്നു. അപ്പൊ ഡെയിലി വെയിൽ കൊള്ളുമ്പോ ടാൻ ആവും. മനുഷ്യനല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കില്ലല്ലേ? ഞങ്ങൾക്ക് ഈ ആർജസിനെ പോലെ എ സിയിൽ ഇരുന്നിട്ടുള്ള പണിയല്ലല്ലോ, കണ്ടോ? പുറത്തിറങ്ങി പണിയെടുക്കണ്ടേ? നമ്മള് ജോലി എടുക്കുന്നതാണ്. അതെ. എങ്ങനെ കിലോ കണക്കിന് കൂടിയോ കുറഞ്ഞപ്പോ? ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജേക്കബിന്റെ സ്വർഗരാജ്യത്തിനേക്കാളും ലാസ്റ്റ് നമ്മൾ വരുന്ന സമയത്ത് ഉള്ളതിനേക്കാളും ഒരു 6 കിലോ 7 കിലോ കുറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ എത്ര വെയിറ്റ് ഉണ്ട്? ഇപ്പൊ ഒരു 72 ഉണ്ടാവും. എന്നിട്ട് 72 കിലോ ഉണ്ടെന്ന്. ഞാൻ കൂടുതലൊന്നും ചോദിക്കണില്ല. താങ്ക് യു. വിനീത് ശ്രീനിവാസിന് കൊടുക്കാൻ പറ്റുന്ന ടൈറ്റിലുകള്: സംവിധായകൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, അഭിനേതാവ്, പാട്ടുകാരൻ. ഇതൊന്നും പോരാഞ്ഞിട്ടാണോ അവസാനം പ്രൊഡ്യൂസർ ആവാൻ തീരുമാനിച്ചത്? എന്തെങ്കിലുമൊക്കെ തോന്നാനായിട്ട്? ഞാൻ ഒറ്റയ്ക്കെടുത്ത ഡിസിഷൻ അല്ല ഇത്. വടക്കൻ സെൽഫിയുടെ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, വിനോദ് ഷൊർണൂർ. ഇത് ഇനീഷ്യലി വിനോദേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന സിനിമയാണ് ആനന്ദം. അപ്പൊ ഗണേഷ് കുറെ നാളായിട്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. തട്ടത്തിൻ മറയ തൊട്ട് ജേക്കബിന്റെ സ്വർഗരാജ്യം വരെ തീരുണ്ടല്ലേ. ഈ 3 പടത്തിനും എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ഇൻഡിപെൻഡന്റ് ആകുന്ന സിനിമ, അതിന്റെ സ്ക്രിപ്റ്റ് ഞാനും വിനോദേട്ടനും വായിച്ച് ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടപ്പോൾ വിനോദേട്ടൻ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞാണ്. മലർവാടി ഞാൻ ചെയ്യുന്ന സമയത്ത് അന്ന് ദിലീപേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ സിനിമയ്ക്ക് ഭയങ്കര അറ്റൻഷൻ കിട്ടിയിരുന്നു. ദിലീപേട്ടൻ ഇത് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ പടം കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ ആൾക്കാർ. ഞാൻ ഓർക്കുന്നുണ്ട്, അതിന്റെ പ്രൊഡ്യൂസറെ കണ്ടോണ്ടാണ് പലരും കേറിയിട്ടില്ല, ഞാൻ ഉൾപ്പെടെ. അപ്പൊ വിനോദൻ എന്റെ അടുത്ത് പറഞ്ഞത് ഇതാണ്, ഇതിൽ ഫുൾ പുതിയ ആൾക്കാരാണ് വരാൻ പോകുന്നത്, പുതുമുഖങ്ങള് അഭിനയിക്കുന്നു, പുതിയ ഡയറക്ടർ, പുതിയ മ്യൂസിക് ഡയറക്ടർ, പുതിയ ആർട്ട് ഡയറക്ടർ. അപ്പോ വിനീത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 6 years മുമ്പ് ദിലീപേട്ടൻ വിനീതിന് ചെയ്ത പോലെ ഒരു കാര്യം ചെയ്യാൻ പറ്റും, അപ്പൊ ഇത് നീ ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു, ഞാനിത് പ്രൊഡ്യൂസ് ചെയ്ത് തകർക്കും. അല്ല അങ്ങനെയല്ല, നന്നാക്കും. തകർക്കാൻ പറ്റില്ലല്ലോ പ്രൊഡ്യൂസ് ചെയ്തിട്ട്. നന്നാക്കും, എന്റെ പേരുകൊണ്ട് ഞാൻ ഇത് കലക്കും. അങ്ങനെയല്ല, ഒരു സിനിമ ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ വേണമല്ലോ. അപ്പോ എന്റെ സൈഡിൽ നിന്ന് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും തോന്നി. മാത്രമല്ല നമ്മൾ തുടങ്ങിയത് അങ്ങനെയാണ്. ഞാൻ പുതിയ ആളുകളെ വെച്ച് സിനിമ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഇനി നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോഴും അങ്ങനെ ഒരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് കറക്റ്റ് റൂട്ട്. ഇപ്പൊ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞ മാസം നടന്നു എന്ന് പറഞ്ഞല്ലോ ഞാൻ, സക്സസ് പാർട്ടി. അപ്പോ IMA ഹാളിൽ വെച്ചിട്ടായിരുന്നു. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. നിവിൻ ഉണ്ടായിരുന്നു, അജു ഉണ്ടായിരുന്നു, ഷാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഫിലിം തൊട്ടുള്ള ഫുൾ ക്രൂ അവിടെ ഉണ്ട്. അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ ആനന്ദത്തിന്റെ പുതിയ ആൾക്കാരെ മുഴുവൻ സ്റ്റേജിൽ പരിചയപ്പെടുത്തുന്നതും അവിടെ വെച്ചാണ് പാട്ടും ട്രെയിലറും ഒക്കെ ലോഞ്ച് ചെയ്യുന്നതും ഒക്കെ. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. അതേ ഹാളിൽ വെച്ചാണ് ഞങ്ങൾ തട്ടത്തിൻ മറയത്തിന്റെ 125th ഡേ സെലിബ്രേറ്റ് ചെയ്തത്. ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ്. അല്ല, അപ്പൊ ഇങ്ങനെ ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാന്നൊക്കെ തീരുമാനിച്ചപ്പോ വീട്ടിലാരോടും ചോദിച്ചൊന്നുമില്ലേ? അതിന്റെ പേരിൽ ദിവ്യ അടിണ്ടാക്കിയൊന്നുമില്ലേ? എന്നോട് ചോദിക്കാണ്ട് ആര് പറഞ്ഞു ഒന്നും ചോദിച്ചില്ലേ? ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഡിസ്കഷൻസ് മുമ്പ് നടന്നിട്ടുണ്ട് ശാലിനി. ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ജൂഡ് ആന്റണി ജോസഫുമായിട്ട് അവന്റെ ഫസ്റ്റ് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഓം ശാന്തിയും അല്ല, അതിന് മുമ്പ് ഒരു പ്രോജക്ട് നിവിൻ, രാജീവ് പിള്ള, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ അഭിനയിക്കുന്ന ഒരു പടം. ആ സ്ക്രിപ്റ്റിന്റെ പേര് ഒരു മെക്സിക്കൻ അപാരത എന്നായിരുന്നു. അതല്ലേ ഇപ്പൊ വീണ്ടും വരാൻ പോകുന്നത് ടോവിനോനെ വെച്ചിട്ട്. അത് ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്ന സബ്ജക്ട് ഒക്കെ അവർ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ വന്നു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇപ്പൊ ചെയ്യണ്ടെന്നൊരു ഒരു ഇത് തോന്നി, ചിന്ത വന്നു. അതല്ല, ആ കാലത്താണ് ഈ കോപ്പിയടി ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലാരും പറഞ്ഞു നടന്ന് വെറുതെ തന്നെ ചെയ്ത
ചീത്തപ്പേരുണ്ടാക്കണല്ലേ? ചീത്തപ്പേരുണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് സിമിലർ ആയിട്ടുള്ള 2 സിനിമകൾ അടുപ്പിച്ചടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് പ്രശ്നം ഉണ്ടാവും വിചാരിച്ചിട്ടാണ് പിന്നെ അത് മാറ്റി വെച്ചത്. അത് കഴിഞ്ഞിട്ട് വേറൊരു സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിരുന്നു. അതും പക്ഷേ ഇങ്ങനെ സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് തോന്നാത്തത് കൊണ്ട് അതും ചെയ്തില്ല. ഇത് മൂന്നാമതായിട്ട് വന്ന ഡിസിഷനാണ് ശരിക്കും. അപ്പോൾ പ്രൊഡക്ഷൻ എന്നുള്ളത് നേരത്തെ ആലോചിക്കാത്തൊരു കാര്യമൊന്നുമല്ല. ദിവ്യക്ക് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, അതപ്പോ കൺവേ ചെയ്യുമല്ലോ. അങ്ങനെ ഇതേ വിനീത് ശ്രീനിവാസൻ ഒരു പ്രൊഡ്യൂസർ ആയി കഴിഞ്ഞപ്പോ പ്രൊഡക്ഷൻ കമ്പനിക്കിട്ട പേരെന്താണെന്നറിയോ? ഇതെന്താ നമ്മുടെ ഹാബിറ്റ് ഓഫ് ലൈഫ്. ഇതെവിടെ കിട്ടി ഈ പേര് ഹാബിറ്റ് ഓഫ് ലൈഫ്? അത് മനസ്സിലുള്ള പേരാണ്. ഞാൻ ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാനറിന്റെ പേര് എന്തായിരിക്കണം എന്ന് ചിന്തിച്ചപ്പോ സിനിമയായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്റെ ഹാബിറ്റ് ഓഫ് ലൈഫ് ആണ്. അപ്പൊ അങ്ങനെ വന്ന പേരാണ്. ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുകയാണെങ്കിലേ നമ്മൾ കണ്ടുവരുന്നത് സംവിധായകന്റെ അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസറിന്റെ ഭാര്യയും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങനെ ദിവ്യനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? സിനിമ റിലേറ്റഡ് ആയിട്ട് ഹാബിറ്റ് ഓഫ് ലൈഫിന്റെ ലോഗോ ഉണ്ടല്ലോ, അത് ലോഗോ അല്ല, അത് ദിവ്യ ഒരു പേപ്പറിൽ എഴുതിയതാണ്. എന്ത്? അവളൊരു പേപ്പറിൽ എഴുതിയത് ലോഗോ ആക്കി വെച്ചതാണ്. ചുമ്മാ അതിന്റെ ഒരു കണക്ഷനും കൂടെ ഉണ്ട് ശാലിനി. എനിക്ക് 2 ഹാബിറ്റ്സ് ആണ്, ഒന്ന് സിനിമ, പിന്നൊന്ന് അവളുടെ കൂടെയുള്ള ഒരു ലൈഫ്. അപ്പോ ഇറ്റ് മേക്ക് സെൻസ്. 2 രീതിയിലും ഒരു കാര്യം ഉണ്ടാവും. അതാണ്. ഇതിങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ട് നടത്താനാണോ ഉദ്ദേശം, അതോ ഇനി ഭാവിയിൽ വേറെ ആൾക്കാരെയൊക്കെ പങ്കെടുപ്പിച്ച് ഇതൊരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയാക്കി നമ്മൾ ഈ വാൾട്ട് ഡിസ്നി ഒക്കെ പോലെ? ഒരു പ്ലാനും ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിങ്ങനെ ചെയ്തു, ഇനി ഇതുപോലെ നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും രീതിയിൽ ഞാൻ വന്നാൽ ഒന്നുകിൽ എനിക്ക് നല്ലതായിരിക്കും അല്ലെങ്കിൽ സിനിമയ്ക്ക് നല്ലതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ട് അഭിനയിക്കില്ല എന്നങ്ങനെ വല്ല? ഞാൻ അഭിനയിച്ച പടം നന്നാവൂല എന്ന് ഞാൻ പറഞ്ഞോ? എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ ചോദിച്ചിരുന്നു പറയാം. അല്ല, എനിക്കിതിൽ അഭിനയിക്കേണ്ടെന്നുണ്ടായിരുന്നു. ഇതിന്റെ പുറകിൽ നിൽക്കുക എന്നുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു. എനിക്ക് ഓൺ സ്ക്രീൻ വരണം, മാത്രമല്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ നമ്മൾ തന്നെ അഭിനയിച്ച് അത് വേണ്ടെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് അതിലൊരു താല്പര്യമില്ലായിരുന്നു. ഗണേഷ് എന്നോട് ചോദിച്ചു, നിവിൻ പോളിയോട് ഇത് പറഞ്ഞില്ലേ, എങ്ങനെ നമ്മള് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ നമ്മൾ തന്നെ അഭിനയിക്കണം, ഭയങ്കര ബോറാണ്. അതിന്റെ ഇഷ്ടമല്ലേ? അല്ല, ഇത് ഞാൻ ത്രൂ ഔട്ട് അഭിനയിക്കുന്ന പടമാണെങ്കിലും ഓക്കെ, ഇതിലിപ്പോ ഒരു ഗസ്റ്റ് പോലെയൊക്കെ വന്ന് അതെനിക്കൊരു ഒരു സുഖം തോന്നുന്നില്ല. അതാണ് സത്യം പറയാം. നിവിൻ പോളിനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ ഇതിപ്പോ? പോടുന്നു. ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴേക്കും ഇവർ ആരെങ്കിലും ഒക്കെ തമ്മിൽ അടിച്ചു പിരിയും. നിവിൻ അവൻ ലീഡ് ചെയ്യുന്ന പടം, ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടർ ചെയ്യുന്ന ഒരു പടം അവൻ പ്രൊഡ്യൂസ് ചെയ്യാണ്. അവൻ ആക്ച്വലി ആ ഡയറക്ടറുടെ കൂടെ നിൽക്കുകയാണ്, അഭിനയിച്ചിട്ടും പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലും കൂടെ നിൽക്കുകയാണ്. ഇതിൽ അഭിനയിക്കുന്ന എന്തായാലും ചെറുപ്പക്കാരായിട്ടുള്ള ചെറിയ കുട്ടികളാണ്. ഇത് അവരുടെ സിനിമയാണ്. ഇതില് സ്ക്വീസ് ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ സിനിമ ചെയ്യാനും പാടില്ലല്ലോ. പക്ഷെ നമ്മൾ പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, എത്ര വയസ്സായാലും കോളേജ് കുമാരന്മാർ എന്ന് പറയുമ്പോൾ കുറച്ച് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഇനി ഇതിന് വേണമെങ്കിൽ ചെയ്യാറുന്നല്ലോ, ഇത്തിരി വണ്ണമൊക്കെ കുറച്ചിരുന്നെങ്കിൽ. എന്താ വേണ്ട? അടുത്ത ചോദ്യം ചോദിക്കാല്ലേ? ഞാൻ ഫേസ്ബുക്കിൽ കുറേ പേരെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. വിനീതിനെ ഫോളോ ചെയ്യുന്നുണ്ട്, അജു വർഗീസിനെ ഫോളോ ചെയ്യുന്നുണ്ട്, പിന്നെ അൽഫോൻസിനെ ഫോളോ ചെയ്യുന്നുണ്ട്, കുറെ പേര് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ അടുത്ത് വിനീതിന്റെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോഴേ ഞാൻ ഇവരുടെയൊക്കെ പോസ്റ്റ് ഒന്നുകൂടി ശ്രദ്ധിച്ചത്. അജു പറഞ്ഞപ്പോഴറിയണേ വിനീതിന് നന്മമരം എന്ന് പറഞ്ഞിട്ടൊരു പേരുണ്ടെന്ന്. സത്യം? എന്താ? എനിക്കറിയില്ല കേട്ടോ. അവനാ പോസ്റ്റ് വായിച്ചപ്പോഴാണ് ദൈവമേ അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നല്ലോ. എല്ലാവരെയും കൈപിടിച്ചു ഉയർത്തുന്ന, എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുന്ന ഒരു നന്മമരമാണ് വിനീത് ശ്രീനിവാസൻ. അങ്ങനെ എനിക്ക് മനസ്സിലായത് വായിച്ചു കഴിഞ്ഞപ്പോ. എനിക്ക് നല്ല കൂട്ടുകാരുണ്ട്, നമ്മുടെ കൂട്ടുകാരൊക്കെ നന്നാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണല്ലോ, അത്രേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും അല്ലെ അൽഫോൻസ് പോസ്റ്റ് ചെയ്തിരുന്നത്, ചെന്നൈയിൽ എനിക്ക് ഭക്ഷണം കിട്ടാതെ അലയുമ്പോൾ വിനീത് മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തരാൻ. അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരായിരുന്നു. ഞാൻ ഇന്നലെയും കൂടെ അവനോട് സംസാരിച്ചുള്ളൂ. അന്ന് കൊടുത്ത ഭക്ഷണത്തെ കുറിച്ച് അന്ന് കൊടുത്ത ഭക്ഷണത്തെ കുറിച്ച് ഞാൻ ഇന്നലെ എന്തിനാ സംസാരിക്കുന്നത് ശാലിനി? എന്നോട് ക്ഷമിക്കുന്ന, പിന്നെ എന്തിനാ പറഞ്ഞോ? ഞാൻ ഇടപെടില്ല. അല്ല, അൽഫോൺസ് ആ സമയത്ത് ഡയറക്ടർ ആവാൻ വേണ്ടിട്ട് തമിഴിൽ വന്നിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അവന്റെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ടായിരുന്നു, ഞാൻ കാണാറുണ്ടായിരുന്നു. ഒരുമിച്ച് പുറത്തേക്ക് പോകുമ്പോ ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനങ്ങ് ബില്ലങ്ങ് കൊടുക്കും. അതിൽ വേറെ കാര്യമൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. പക്ഷെ അൽഫോൺസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നേരം സ്വിച്ച് ഓൺ ചെയ്തത് ഞാനായിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു ഹിസ്റ്ററി ഉണ്ട്. എലി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം അവൻ ചെയ്തിരുന്നു. നിവിൻ അഭിനയിച്ചിരുന്നു. അതിൽ ജിനു അഭിനയിച്ചിരുന്നു, രാജീവ് പിള്ള ഉണ്ടായിരുന്നു, ബോബി സിംഹ ഉണ്ടായിരുന്നു. ബോബിനെയൊക്കെ ആ സമയത്ത് ഞാൻ പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. വടക്കൻ സെൽഫിയിൽ പിന്നെ ബോബി അഭിനയിക്കാൻ വേണ്ടിട്ട് വന്നു. അപ്പോ അത് പ്രൊഡ്യൂസ് ചെയ്തത് ഞാനായിരുന്നു, എലി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം. അപ്പൊ ഞങ്ങൾ ചെന്നൈ ഫ്രണ്ട്സ് ആണ്, ഒരുമിച്ച് പടത്തിന് പോവുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോവുകയും. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ നല്ല ടാലന്റ്സിനെ കണ്ട അപ്പ മനസ്സിലാവോ വിനീതിന്? അല്ല, എനിക്ക് സിങ്ക് ആവുന്ന ആൾക്കാരുമായിട്ട് ഞാൻ ഹാങ് ഔട്ട് ചെയ്യാറുള്ളൂ. അതല്ല ഞാൻ ചോദിച്ചത്. ഒരു
ഒരാളെ കാണുമ്പോ നമുക്ക് മനസ്സിലാവില്ലേ ഇയാള് കലക്കും അങ്ങനെയൊക്കെ മനസ്സിലാവും? ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട് ശാലിനി. കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ എപ്പോഴും നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്ക് പലതവണയും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നേ തോന്നിയിരുന്നു അൽഫോൺസ് പുത്രൻ ആണെങ്കിലും ബോബി സിൻഹ ആണെങ്കിലും നിവിൻ പോളി ആണെങ്കിലും അജു വർഗീസ് ഒക്കെ ആണെങ്കിൽ കലക്കുന്നു? അൽഫോൺസ് ഭയങ്കരമായിട്ട് ഇതാവുന്നു നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ബോബിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നു ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. നിവിന്റെ അജുന്റെ ഒക്കെ കേസിൽ ഞാനപ്പോ അവർക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു ബ്രേക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ നിവിൻ ഇപ്പൊ എത്തിയൊരു പൊസിഷനിലേക്കൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അവൻ ഇത്ര പെട്ടെന്ന് ഈ ഒരു സ്റ്റാർഡത്തിലേക്ക് വരുന്നൊന്നും നമ്മൾ ആരും ആ സമയത്ത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അജു നിൽക്കുന്ന എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കാരണം അജു ആളുകളുടെ അടുത്ത് ഇടപെടുന്നതും അജു ഒരു സിനിമയിൽ ഉണ്ടാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു രീതിയിലുള്ള ആളാണ്. ആളുകളുടെ അടുത്ത് പെരുമാറുന്നതും അവന്റെ മൊത്തത്തിലുള്ള വൈബ് ഉണ്ടല്ലോ, അവൻ സെറ്റിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്, പോസിറ്റീവ് വൈബാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് ആളുകളുമായിട്ട് കണക്റ്റഡ് ആവും. നിവിൻ സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം നിവിൻ അന്നോട്ടെ സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ ഒരു കീൻ ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. അവൻ ചെയ്യുന്ന സിനിമകൾ അതിന്റെ സ്ക്രിപ്റ്റ് ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിയാക്കണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ചാടിപ്പോയിട്ട് സിനിമ ചെയ്യാന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് അവൻ അന്നും ഇല്ല, ഇപ്പോഴും ഇല്ല. പക്ഷെ അവന് ഇപ്പൊ പ്രേമൊക്കെ കഴിഞ്ഞിട്ട് അവൻ ഉണ്ടായിട്ടുള്ള ഒരു സക്സസ് ഉണ്ടല്ലോ, ഇതൊന്നും നമ്മൾ ആ സമയത്ത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അവൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു ആക്ടർക്ക് വേണ്ട ബ്രില്യൻസ് അതാരല്ല കണ്ട നിവിനിലാണോ? നിവിന് ആക്ടർക്കുള്ള ബ്രില്യൻസ് അല്ല, നിവിന് സ്ക്രിപ്റ്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ബ്രില്യൻസ് ഉണ്ട്. അതിനനുസരിച്ചിട്ട് അവനെ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് അവന് കൃത്യമായിട്ട് അറിയാം. ബേസിക്കലി അവൻ സ്മാർട്ടാണ്. അതാണ് സ്മാർട്ട് വർക്ക് ആയിരുന്നു അവിടെ. ഒരു വിനീത് ശ്രീനിവാസൻ മൂവി എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഷാൻ റഹ്മാന്റെ മ്യൂസിക്. നിങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞാ? ഇല്ല, ഇത് എന്റെ പടമല്ലല്ലോ ശാലിനി, ഇത് ഗണേഷിന്റെ ഫിലിമാണ്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഷാൻ കേക്കണ്ട, ഷാൻ പിന്നെ സ്പോട്ട്ലൈറ്റിൽ വരൂല കേട്ടോ. ആണോ? അയ്യോ. അല്ല, ഇത് ഞാൻ ഡയറക്ട് ചെയ്യുന്ന പടമാണെങ്കിൽ അത് ഷാൻ തന്നെ ആയിരിക്കും. ഇതിപ്പോ ഗണേഷ് ഡയറക്ട് ചെയ്യുന്ന ഫിലിമാണ്. ഗണേഷും സച്ചിനും അവര് കോളേജ് ടൈം തൊട്ട് ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഗണേഷ് ഫസ്റ്റ് ടൈം ഡയറക്ട് ചെയ്യുന്ന പടം സച്ചിൻ ചെയ്യുന്നു എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നാച്ചുറലി വന്നതാണ്. അത് എനിക്കും ഷാനിനും ഒരു വൈബ് ഉണ്ടല്ലോ, അതുപോലെ ഗണേഷിനും സച്ചിനും തമ്മിൽ ആ ഒരു വൈബ് ഉണ്ട്. അതാണ് സച്ചിൻ മ്യൂസിക് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മാറിയത്. ഇപ്പൊ വിനീതാണ് ഈ പടം ഡയറക്ട് ചെയ്തിരുന്നെങ്കിൽ എന്തായാലും ഷാനിനെ വിളിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഈ പടം ഡയറക്ട് ചെയ്യില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഗണേഷിന്റെ പടമാണ്. പക്ഷെ ഞാൻ ഡയറക്ട് ചെയ്യുന്ന പടത്തില് ഷാൻ ആയിരിക്കും, അല്ലെങ്കിൽ അവൻ എന്നെ അടിച്ച് കൊല്ലും. ഞാൻ വേറെ ആരെടുത്തെങ്കിലും സമാധിയാക്കും. ഇപ്പം സച്ചിൻ വാര്യറിനെ നോക്കുകയാണെങ്കിൽ സച്ചിനെ നമുക്കറിയുന്ന ഒരു പാട്ടുകാരൻ എന്നുള്ളതൊക്കെ തട്ടത്തിൻ മറയത്തില് ആ ഒരു പാട്ടിലൂടെയാണ് സച്ചിനെ എല്ലാരും കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത്. അപ്പൊ ഈ ഒരു പടത്തില് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഡെബ്യൂല് പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് എത്ര മാർക്ക് കൊടുക്കും സച്ചിന്? സച്ചിന്റെ ഗ്രോത്ത് ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കൺമുന്നിലൂടെ വളർന്ന കുട്ടിയാ എന്നൊക്കെ പറയണല്ലേ? അല്ല, വളർന്ന കുട്ടിയാന്ന് പറയാൻ പറ്റില്ല, വളർന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പരിചയപ്പെട്ടത്. പക്ഷെ പ്രൊഫഷണലി ഉള്ള ഗ്രോത്ത് ഉണ്ടല്ലോ. മലർവാടിയിൽ ഫസ്റ്റ് പാടാൻ വരുമ്പോൾ സച്ചിൻ ഫസ്റ്റ് പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാനുണ്ട്. തട്ടത്തിൻ മറയത്തിലെ മുത്തുച്ചിപ്പിയും തട്ടത്തിൻ മറയത്തെ പെണ്ണയും റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റുഡിയോയിലുണ്ട്. അതിനുശേഷം ഞങ്ങളൊരു ബാൻഡ് ഫോം ചെയ്തിരുന്നു ഇടയ്ക്ക്, ഞാനും ഷാനും ഒക്കെ കൂടിയിട്ട്. ആ ബാൻഡിന്റെ പാർട്ടായിരുന്നു സച്ചിൻ. അപ്പോൾ സ്റ്റേജ് ഷോസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ യുഎസിലും വേറെ 1-2 കൺട്രീസിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പൊ മ്യൂസിക് ഡയറക്ഷൻ സച്ചിൻ ചെയ്യുമ്പോൾ അതിലും ഞാനിങ്ങനെ അടുത്തുനിന്ന് കാണുന്നുണ്ട്, അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഹീസ് ഗ്രോയിങ്. അതിങ്ങനെ കാണുമ്പോൾ സന്തോഷമുണ്ട്. ഷാനും ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇതല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞു, എന്റെ കൺമുന്നിൽ കൂടെ വളർന്ന കുട്ടിയാന്ന്. പ്രൊഫഷണലി അങ്ങനെ അല്ല ശാലിനി, ഒരു ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നിങ്ങൾ റേഡിയോക്കാർക്ക് അത് മനസ്സിലാവില്ല. ശരി, എന്റെ തെറ്റ്, ബാക്കി പറ. അല്ല, ഷാൻ ഇതിലെ പാട്ടുകൾ കേട്ടിട്ട് ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് അവൻ എന്റെ അടുത്ത് പറഞ്ഞു, അവന്റെ മൊത്തം പ്രൊഡക്ഷൻ ഭയങ്കര ക്വാളിറ്റി ഉണ്ട്, എന്തായാലും അവന് നല്ല ഫ്യൂച്ചർ ഉള്ള പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഷാൻ ടെൻഷൻ അടിച്ച് വിളിച്ചാണോ ഇനി അടുത്ത പടത്തിൽ നീ എന്നെ വിളിക്കോടാ എന്ന് ചോദിച്ചിട്ടാണോ? അവൻ ആ കാര്യത്തിൽ ടെൻഷനില്ല. അവൻ ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു കാര്യം അതാണ്. ഞാൻ പടം ചെയ്യുകയാണെങ്കിൽ അത് അവന്റെ കൂടെ ആയിരിക്കും എന്നുള്ളത് അവൻ തീരുമാനിച്ച കാര്യമാണ്. ഞാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിലോ? അല്ല, അങ്ങനെയല്ല, അതങ്ങനെയാണ്. അത് എന്താ പറയാ, നമ്മള് ടോം ആൻഡ് ജെറി പോലെ. ടോം ഉണ്ടെങ്കിലല്ലേ ജെറി ഉള്ളൂ. അങ്ങനെ വെച്ചോ. എന്നാ പിന്നെ ഇതിൽ ജെറി ആരാ? അത് നിങ്ങൾ തീരുമാനിച്ചോ? ശരി, അപ്പൊ സച്ചിന്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയൂ. സച്ചിന്റെ മ്യൂസിക് അതിൽ എനിക്ക് പയ്യെ വീശും കാറ്റിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആനന്ദത്തിൽ ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ഫുൾ ടൈം കേട്ടോണ്ടിരിക്കുന്ന പാട്ട് അതാണ്. എനിക്ക് ആ പാട്ടിന്റെ ടോട്ടൽ സൗണ്ടിങ്ങും അത് പാടിയ സിംഗേഴ്സിന്റെ വോയിസും ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നിയൊരു പാട്ട് അതാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സച്ചിൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ പ്രോസസ്സ് ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ രസമുണ്ട്. സച്ചിന്റെ ഒരു വർക്കിംഗ് പാറ്റേൺ ഭയങ്കര രസമുണ്ട്. അവന് ടോട്ടൽ ഫിലിം അറിയാം, അതിന്റെ സ്ക്രിപ്റ്റ് അറിയാം. കുറെ കാലമായിട്ട് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യത്തിനും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പാട്ടിലല്ലേ അശ്വിൻ ഗോപകുമാറും പിന്നെ സച്ചിന്റെ സിസ്റ്ററും കൂടി പാടിയല്ലേ? സ്നേഹയുടെ ഭയങ്കര രസമുള്ള വോയിസ് ആണ്, വേറെ തന്നെ ഒരു വോയിസ് ആണ്. സച്ചിൻ ആക്ച്വലി ട്രാക്ക് പഠിച്ചതാണ്. ഞങ്ങൾ പറഞ്ഞിട്ടാണ് അത് കൺഫേം ചെയ്ത് വെച്ചത്. ഞാനും ഗണേഷും ആനന്ദും ഞങ്ങൾ എല്ലാവരും കേട്ടിട്ട് സ്നേഹയുടെ വോയിസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞു ഇത് ട്രാക്കായിട്ട് വെക്കേണ്ട, ദയവേത് സ്നേഹയുടെ വോയിസ് തന്നെ വെക്കുന്ന സച്ചിനോട് പറഞ്ഞിട്ടാണ് സച്ചിൻ അത് കീപ്പ് ചെയ്തത്. ഈ റൗണ്ടിന്റെ പേര് എന്താ? ഷൂട്ട് ഔട്ട് അറ്റ് സ്പോട്ട്ലൈറ്റ്. റെഡി അല്ലേ? ആണോ?
കുഴപ്പമില്ല കുഴപ്പമില്ല. വെള്ളം കുടിക്കണോ? വേണ്ട. പടപടയെന്ന് ഉത്തരം പറയണം കേട്ടോ. പടപടയെന്ന് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പറയാം. ആലോചിക്കാനൊന്നും സമയം തരില്ല. ശരി ആയിക്കോട്ടെ. പിന്നെ എനിക്ക് തോന്നണ ചോദ്യം ചോദിക്കും. ആണോ? ജിക്ക് ഒന്നും ചോദിക്കരുത്. ഞാൻ അങ്ങനെ ചെയ്യും, എനിക്ക് വല്ലതും അറിയണ്ടേ ചോദിക്കാനായിട്ട്. താങ്ക് യു. വിനീത് സ്മാർട്ട് ആവുന്നത് ജീൻസ് ടീ ഷർട്ടിൽ, ഫോർമൽസിൽ, മുണ്ട് ഷർട്ടിൽ എന്ന് സ്വയം തോന്നുന്നു. ഷർട്ടും ജീൻസും നാട്ടുകാർ പറയണ അതെനിക്കറിയില്ല. ആരൊന്നും പറഞ്ഞിട്ടില്ല. ആരും പൊതുവെ എന്റെ ഡ്രസ്സിംഗ് സെൻസിനെ പറ്റി ഒരു മോശം പറയാറുള്ളത് ഒന്നുമില്ല. ഞാൻ റാക്കിന്റെ മുകളിൽ കാണുന്നത് അങ്ങനെ എടുത്തിട്ട് ഇട്ടിട്ട് വരുന്ന കൂട്ടത്തിലാണ്. എനിക്ക് തോന്നി ഇപ്പൊ കണ്ടപ്പോ. താങ്ക് യു. സ്ക്രീനിൽ സ്വയം കാണുമ്പോൾ ചടുപ്പ് തോന്നാറുണ്ട്? യെസ് ഓർ നോ? യെസ്. തോന്നുന്നത് സെന്റി സീനിൽ റൊമാൻസ് ചെയ്യുമ്പോ, ഹ്യൂമർ ചെയ്യുമ്പോ? ചില പടം കാണുമ്പോ ഞാൻ അഭിനയിച്ച അതിൽ ഇന്ന സീനൊന്നുമില്ല. മൊത്തത്തിൽ ഞാൻ മളിപ്പാ. മലയാള സിനിമയില് വിനീതിന് പകരം വെക്കാൻ ആളില്ല? യെസ് ഓർ നോ? എനിക്കതിന് ഉത്തരം പറയാൻ പറ്റില്ല. നോ കമന്റ്സ്. പകരം വെക്കാൻ ആളില്ല, യെസ് എന്നാണോ? അതൊരു വല്ലാത്ത ചോദ്യമാണ്, അതിന് ഞാൻ ഉത്തരം പറയില്ല. അപ്പൊ നോ, പകരം വെക്കാൻ ആളില്ല. അയ്യോ ദൈവമേ, ഒന്നും ഏതെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റൂ. ഇവിടുന്ന് പോണോ? എനിക്കുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ. ആണോ? എന്താ പറയാ, എന്നെ എന്തിനാ വേറെ ആള് പകരം വെക്കുന്ന? നോ, കിടക്കട്ടെ. മിടുക്കൻ. വിനീതിന് ഇനിയും വന്നിട്ടില്ലാത്ത വലിയ ആഗ്രഹങ്ങളുണ്ട്? യെസ് ഓർ നോ? ആഗ്രഹങ്ങളുണ്ട്. യെസ്. ആ ആഗ്രഹം സ്പോട്ട്ലൈറ്റിലൂടെ പറയും. യെസ് ഓർ നോ? നോ. എന്താ എന്തിനാ പറയുന്നത്? ഓ ശരിയാണല്ലോ, എന്തിനാ പറയണേ? പക്ഷെ ഉണ്ട്. വിനീതിന്റെ ലൈഫില് പ്രണയം തോന്നിയ പെൺകുട്ടികളുടെ എണ്ണം ഡാഷ് ആണ്. ഒരു 5-6. 5-6? അത് നോക്കേണ്ടി വരും, ഇച്ചിരി സമയം വേണ്ടി വരും എനിക്ക്. ശരി, ഇത് കേട്ടോ ഒന്നുകൂടി ഞാൻ ചോദിക്കാം. വിനീതിനോട് നോ പറഞ്ഞവരുടെ എണ്ണം ഡാഷ് ആണ്. 3-4. അപ്പൊ ചുരുക്കത്തിൽ ആരും പറഞ്ഞിട്ടില്ലല്ലേ? ദിവ്യ എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാനം കാത്തു. അതിന് മുമ്പ് ഒരാളും കൂടെ എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ആ കുട്ടിക്ക് എന്ത് പറ്റി? ആ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല, കാലം കടന്നുപോയി, അത്ര തന്നെ. ഞാനൊരു പണക്കാരനാണ്? യെസ് ഓർ നോ? നോ. ഒന്നൊരു പറഞ്ഞോ. തരക്കേടില്ല, കുഴപ്പമില്ല. ഞാനൊരു പണക്കാരനാണ്? യെസ് ഓർ നോ? ഈ പണക്കാരൻ എങ്ങനെ നമ്മൾ മെഷർ ചെയ്യാ? ചെയ്തില്ലേ പടം? അല്ല, അതിന്റെ ഒരു അളവ് എന്താണ്? ഇത്ര പൈസ ഉണ്ടെങ്കിൽ പണക്കാരൻ, അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അവതാരകയോട് തിരിച്ച് ചോദ്യം ചോദിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ ഇതിനേക്കാൾ കട്ടി ചോദ്യം ചോദിക്കും, വേണോ? അല്ല, എനിക്കറിയില്ല ഏത് ബേസിലാണ് പണക്കാരൻ എന്ന് പറയാം. എന്റെ ചെലവുകൾ നടന്നു പോകാനുള്ള പണമുണ്ട്, ആ രീതിയിൽ പണക്കാരൻ എന്ന് പറയാം. അടുത്ത ചോദ്യം ചോദിക്കാം. എനിക്ക് ഒരു ദിവസം വേണ്ട, എനിക്ക് ഒരു മാസം ജീവിച്ചു പോകാൻ 1.5 കോടി രൂപ വേണം? യെസ് ഓർ നോ? നോ. പിന്നെ എത്ര രൂപ വേണം? ഒരു മാസം 1.5 കോടി എന്റെ കയ്യിൽ വേണ്ടേ? പിന്നെ എത്ര വേണം? അതിന്റെ ഒരു 10-1 പോലും വേണ്ട. 1 ലക്ഷം? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെ ശാലിനി? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നോ കമന്റ്സ്. പ്രൊഡ്യൂസർ ആയില്ലേ? പണ്ട് ഡയറക്ടർ എന്നുള്ള ലേബലിൽ ഇവിടെ വന്നപ്പോ ഞാൻ ഇതുവല്ലം ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പ്രൊഡ്യൂസർ അല്ലേ? അപ്പൊ എനിക്ക് ചോദിച്ചൂടെ? പടം ഇറങ്ങട്ടെ. പടം ഇറങ്ങിയിട്ടില്ലല്ലോ. ഇത് വളർന്നു വരുന്ന ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് ഒരു അവനവന്റെ ഒരു നിലവാരം അളക്കാൻ സഹായിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചോദിച്ചത്. എന്നാ ലാസ്റ്റ് ചോദ്യം. പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ എന്റെ ലക്ഷ്യം ബാഹുബലി പോലൊരു സിനിമയാണ്? യെസ് ഓർ നോ? നോ. എനിക്ക് അറിയുന്ന ആൾക്കാരുടെ കൂടെ എനിക്ക് മനസ്സിലാവുന്ന സിനിമ ചെയ്യാന്നുള്ളതാണ്. അത് ചെയ്യുന്ന സമയത്ത് അത്രേ ഉള്ളൂ. ബാഹുബലി ഒന്നും അയ്യോ വേണ്ട. ചോദിക്കട്ടെ, വിനീത് ഒരുപാട് പേരെ കൈപിടിച്ചുയർത്തിയിട്ടുണ്ടല്ലോ മലയാള സിനിമയില്? ഞാൻ കൈപിടിച്ചൊന്നും ഉയർത്തിയിട്ടില്ല, നമ്മളെല്ലാരും കേറി വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ശരി, എല്ലാവർക്കും ചുമ്മാ ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. കഴിവുള്ളവർക്ക് ചാൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ശരിയായോ? കുറച്ചു പേര് വന്നിട്ടുണ്ട് നമ്മുടെ കൂടെയൊക്കെ. അങ്ങനെ ഇരിക്കട്ടെ. വെറുതെ ലാജു വർഗീസ് പറഞ്ഞ നന്മമരാന്ന് ഒരു നടക്കി പോവില്ല. ശരി, അങ്ങനെ കുറച്ചുപേരെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ശരിയായോ? അതില് ആരുടെ വളർച്ചയിലാണ് ഏറ്റവും സന്തോഷം? നിവിൻ പോളിയാണോ, അജു വർഗീസ് ആണോ, അനു എലിസബത്ത്, അങ്ങനെ കുറെ പേരില്ലേ, ഗണേഷ് രാജൻ, കുറെ പേരില്ലേ? എനിക്ക് ഇവരുടെ എല്ലാവരുടെയും വളർച്ചയിൽ നല്ല സന്തോഷം. ജെനുവിൻലി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവരുടെ എല്ലാവരുടെയും വളർച്ചയിൽ. ഇനി ജെനുവിൻലി അല്ലാതെ ഒരാളുടെ എല്ലാവരുടെയും വളർച്ചയിൽ സന്തോഷമുണ്ട്. അതങ്ങനെ വരുള്ളൂ ശാലിനി. ശാലിനിയുടെ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയാ, അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്ന കാണുമ്പോൾ ശാലിനിക്ക് സന്തോഷം ഉണ്ടാവില്ല. എനിക്ക് അത്ര സന്തോഷം ഉണ്ടാവാറില്ല. അത് നിങ്ങളുടെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ട്. സ്പോട്ട്ലൈറ്റ് തിരല്ലോ. അടുത്ത ചോദ്യങ്ങൾ വരുന്നുണ്ട്. അല്ലാണ്ട് പിന്നെ ഞാനെന്താ പറയാ, നമ്മുടെ നല്ല കൂട്ടുകാരാണെങ്കിൽ അവർക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ? ചുരുക്കത്തിൽ ഒരാളുടെ പേര് പറയൂല, അതല്ലേ മോറൽ ഓഫ് ദ സ്റ്റോറി. നമ്മിന് അടുത്ത ചോദ്യം ചോദിക്കാം. ഇപ്പൊ ഈ ആനന്ദം എന്ന് പറഞ്ഞ സിനിമയിലൂടെയും ഇതുപോലെ തന്നെ ഒരു യങ് ഗ്രൂപ്പ് ഓഫ് ടാലന്റ്സിനെയാണല്ലോ കൊണ്ടുവരുന്നത്. ഇതുപോലെ ഇനിയിപ്പോ ഞാൻ കുറെ നാൾ കഴിഞ്ഞ് ചോദിക്കണേക്കാളും തന്നെ ഇപ്പൊ തന്നെ ചോദിക്കണാണല്ലോ, ആരായിരിക്കും നിവിനെ പോലെ അല്ലെ അജുവിനെ പോലെ ഒക്കെ കൈവിട്ടു പോകുന്നത്? അല്ല, അതൊന്നും നമുക്കിപ്പോ പറയാൻ പറ്റില്ലല്ലോ. അവര് എല്ലാരും ഫസ്റ്റ് പടം ചെയ്യല്ലേ. മാത്രമല്ല ഞാൻ അവരുമായിട്ട് അങ്ങനെ ക്ലോസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടില്ല. നമ്മൾ പ്രൊഡ്യൂസർ അല്ലേ? അതെ. ചിലപ്പോ ഗണേഷിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും ഫ്യൂച്ചറിൽ ആരായിരിക്കും. പക്ഷെ ഇപ്പോ ഒരാളുടെ പേരങ്ങനെ എടുത്തു പറയുന്നത് മോശമല്ലേ? അവരെല്ലാരും വന്നോണ്ടിരിക്കല്ലേ. ഞാൻ മലർവാടിയും തട്ടൊക്കെ ചെയ്യുമ്പോൾ ഇവര് എല്ലാവരുമായിട്ടും നമുക്ക് പേഴ്സണലി അറിയാം, ഇവരുടെ ടേസ്റ്റ് എന്താണെന്നറിയാം. അപ്പോൾ ഉള്ള പോലെയല്ലോ. ഇപ്പൊ ഞാൻ പുറകിൽ നിൽക്കുകയല്ലേ. അപ്പോൾ ഇവരെയൊക്കെ ലൊക്കേഷനിൽ പോകുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത്, ഡബിങ്ങിന്റെ സമയത്തൊക്കെ ഇങ്ങനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് കൂടുതൽ അറിയില്ല. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇവരൊക്കെ നിവിൻ പോളി ആണെങ്കിലും അജു വർഗീസ് ഒക്കെ ആണെങ്കിലും ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റിനെ കുറിച്ചാണ്. അതൊക്കെ കണ്ട് തച്ചിന് റിപ്ലൈ ഒക്കെ ചെയ്തില്ലേ? ചെയ്തു. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഇല്ലേ? എന്നാലും ഇനി എനിക്ക് പറയാലോ, എന്റെ കൺമുന്നിലൂടെ വളർന്നു വന്ന കുട്ടികളാ. ഈ ഡയലോഗ് പറഞ്ഞ് എന്നെ നശിപ്പിക്ക് ശാലിനി. ഞാൻ സത്യല്ലേ പറഞ്ഞത്? സന്തോഷം തോന്നാറുണ്ട്, സന്തോഷം തോന്നാറുണ്ട്. വിട്ടേക്ക്.
ചെന്നൈയിൽ സ്ഥിര താമസമാക്കിയ വിനീത് ശ്രീനിവാസൻ അവിടെ ഈ തമിഴ് പടങ്ങളും തമിഴ് സീരിയലുകളും ഒക്കെ കാണാറില്ലേ? തമിഴ് പാട്ടുകൾ, തമിഴ് പരസ്യങ്ങളെല്ലാം കാണാറില്ലേ? തമിഴ് സീരിയലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പോട്ടെ, ബാക്കിയുള്ളതൊക്കെ കാണാറുണ്ടല്ലോ. അപ്പൊ അതിലൊക്കെ എപ്പോഴും ഞാൻ ഈ അവിടുത്തെ ഈ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഓരോ ചാനലിലും മ്യൂസിക്കിന്റെ ഒക്കെ ഇടയിൽ ഓരോ പരസ്യങ്ങളിലൊക്കെ അതിന്റെ ഓണറിന്റെ പടം ഇങ്ങനെ കൈകൂപ്പിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കണ കാണാറുണ്ട്. ഇപ്പൊ വിനീത് ഒരു പ്രൊഡ്യൂസർ ആയല്ലോ. എന്താ നെഞ്ചത്തോട്ട് കയറും? അല്ലെ, കാര്യമായിട്ട് ചോദിച്ചതാ. ഈ ആനന്ദത്തിന്റെ പോസ്റ്റേഴ്സിൽ അങ്ങനെ വല്ല പ്ലാനും ഉണ്ടോ ഇങ്ങനെ കൈകൂപ്പി നിന്നിട്ട്? ഉണ്ട്, നാളെ വരും അത്. വൈറ്റിലല്ലേ ഫ്ലെക്സ് ഞാൻ ഇങ്ങനെ നിക്കുന്ന. ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. ഞാനും സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നമ്മള് പൈസ ഇറക്കണതല്ലേ, പിന്നെ നമ്മുടെ തല, നമ്മുടെ ഫുൾ ബോഡി, എന്താ കുഴപ്പം? ഉണ്ട്, ഞാൻ 1000 രൂപയുടെ 2 നോട്ടും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഫ്ലെക്സ് വരും പാലരി വട്ടത്ത്. ശരി, എന്നാ പിന്നെ ഞാൻ ആ ചോദ്യം വിട്ടു. ആക്കിയതാന്ന് മനസ്സിലായല്ലേ? മനസ്സിലായി. ഓ ശരി, മലയാളി സിനിമ പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു പ്രൊഡ്യൂസർ അഴകിയ രാവണനില് ആരാ? ശങ്കർദാസ്. അപ്പൊ അതുപോലുള്ള പ്രൊഡ്യൂസർ ആണോ വിനീത്? ഞാൻ ആകെ 4 ദിവസം ലൊക്കേഷനിൽ പോയിട്ടുള്ളൂ ശാലിനി. എന്നാലും വന്ന് കേറി നമുക്ക് ഇടപെടാലോ. നമ്മള് വന്നു 4 ആൾ അറിയണ്ടേ ലൊക്കേഷനില്? ഒന്നും അറിയണ്ട, അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ കൂട്ടുകാരാണ്. അപ്പൊ കാറിൽ വന്ന് ഇറങ്ങുമ്പോ എങ്ങനെ ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഡോറൊക്കെ തുറന്നു തരുമോ? ഡോറ് തുറക്കും. കൊട പിടിക്കാനൊന്നും ആരുമില്ലേ? കൊട പിടിക്കാനൊന്നും ആരുമില്ല. അഭിനയിക്കാൻ പോകുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ കൊടയൊക്കെ വന്ന് പിടിക്കും. അപ്പൊ ഞാൻ തന്നെ കൊട മേടിച്ചിട്ട് ഞാൻ തന്നെ പിടിക്കും. പിന്നെ എന്തൊക്കെ ശീലങ്ങളാണ് ഈ പ്രൊഡ്യൂസർക്ക് ഉള്ളത്? പ്രൊഡ്യൂസർക്ക് കേട്ടോ, വിനീത് ശ്രീനിവാസൻ അല്ല, വിനീത് ശ്രീനിവാസൻ എന്നുള്ള പ്രൊഡ്യൂസർക്ക്. ലൊക്കേഷനിൽ അങ്ങനെ കാര്യമായിട്ട് പോകാറില്ല. ലൊക്കേഷനിൽ പോയാലും ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ കാര്യമായിട്ട് നിൽക്കാറില്ല. ഇടപെടും സ്ക്രിപ്റ്റിലൊക്കെ. ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഗണേഷിന്റെ അടുത്ത് ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. അവന്റെ സിനിമ അവൻ ചെയ്യാന്നുള്ള സംഗതി മാത്രമേ ഉള്ളൂ. പക്ഷെ ഷൂട്ടിന് മുമ്പ് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. ഷൂട്ടിന്റെ സമയത്ത് ഗണേഷിന് ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യില്ല. വേണ്ട, ഗണേഷിനെ വിട്ടേക്ക്. പക്ഷെ നമ്മളൊരു പാട്ടുകാരനാണല്ലോ, അപ്പൊ പിന്നെ സംഗീത സംവിധാനത്തിൽ വേണമെങ്കിൽ ഇടപെടാം. അതൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നും ആരും ചെയ്യൂല ശാലിനി. ഞാൻ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനൊന്നും പോയിട്ടില്ല. അപ്പൊ പിന്നെ നമ്മുടെ റെഫറൻസ് അതല്ലേ? അല്ല, വേറെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ? നമ്മളാരും അങ്ങനെ ചെയ്യില്ല. അയ്യോ, വിനീതിന്റെ സിനിമയിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യണ്ടായിരുന്നു? പ്രൊഡ്യൂസർ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ നോബിൾ ചെയ്തിരുന്നു അല്ലെ? നോബിള് കിടക്കട്ടെ, അവനൊരു ചീത്തപ്പേര് കിടക്കട്ടെ. ശരിക്കും അങ്ങനത്തെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ? ഞാൻ വർക്ക് ചെയ്ത സിനിമയിലൊന്നും ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അധികം പടങ്ങൾ ചെയ്തിട്ടില്ല. എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ അവരവരുടെ കാര്യം ചെയ്തിട്ട് തിരിച്ച് മാന്യമായിട്ട് വീട്ടിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല. ചില സ്ഥലത്തൊക്കെ കേട്ടിട്ടുണ്ട്. വിനീത് അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇടപെടും. എന്തൊക്കെ കാര്യത്തില് വിനീത് ഇടപെടണേ? വേണ്ട, നമ്മളല്ലേ കാശ് മുടക്കണേ. ഓ, സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ ഡിസ്കഷൻസ് നടക്കാറുണ്ട്. തിരുത്തുക എന്ന് പറയുന്ന ഒരു കാര്യമല്ല ശാലിനി. ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരന്റെ പടം, അതിന്റെ സ്ക്രിപ്റ്റ് അയാൾ വായിക്കുന്നു, നമ്മളത് കേൾക്കുന്നു, നമ്മളോട് അഭിപ്രായം പറയുമ്പോൾ നമ്മൾ അഭിപ്രായം പറയുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഗണേഷ് പറയണ്ട എനിക്ക് സൗകര്യമില്ല തിരുത്താൻ. ഗണേഷിന് ഡിസഗ്രിമെന്റ്സ് ഉള്ള സമയത്ത് അവൻ പറയും. അപ്പൊ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാനും പറയും. അങ്ങനെ ഹെൽത്തി ആർഗ്യുമെന്റ്സ് ഉണ്ടാവാറുണ്ട്. ഗണേഷ് ഷൂട്ട് ചെയ്ത് വന്നിട്ട് ഇതിന്റെ എഡിറ്റർ അഭിനവ് സുന്ദർ നായക് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഗണേഷ് കൊണ്ടുവന്ന ചില സാധനങ്ങളൊക്കെ അഭിനവ് അങ്ങനെ എഡിറ്റ് ചെയ്ത് കളയും. അപ്പൊ ഗണേഷ് എന്ന് ചോദിക്കുമ്പോഴേക്കും എടാ നീ എന്തായി ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ അഭിനവിന്റെ റീസൺസ് പറയും. ആ റീസൺസ് കൺവിൻസിംഗ് ആണെങ്കിൽ ഗണേഷ് പിന്നെ ഒന്നും പറയില്ല. എന്നാ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാ സ്വന്തം സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വെറും 4 ദിവസം സെറ്റിൽ പോയത്? ഇതൊന്നും കാണാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ? അല്ല, അവര് കംപ്ലീറ്റ് ഫ്രീഡത്തിൽ വർക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ ഗണേഷ് എന്റെ അടുത്ത് പറയാം, അവൻ ഷൂട്ട് ചെയ്യുമ്പോൾ വിനീതേട്ടാ വാ ലൊക്കേഷനിലേക്ക് വാ, ഷൂട്ടൊക്കെ ഒന്ന് കാണാലോ, പിള്ളേരുടെ പെർഫോമൻസ് ഒക്കെ കാണാലോ എന്ന് അവൻ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പോവാറില്ല. അതിനൊരു കാരണമുണ്ട് ശാലിനി. ഇപ്പൊ ഞാൻ ഡയറക്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു സീനിയർ ഡയറക്ടർ വന്നെന്ന് വെച്ചോ, നമ്മൾ ക്യാമറ വെച്ചിരിക്കുന്ന സമയത്ത് തൊട്ട് പുറകില് ആ സീനിയർ ആയിട്ടുള്ള ഡയറക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നെർവസ് ആവും. ഞാൻ നെർവസ് ആയിട്ടുണ്ട്. ലാലുവേട്ടൻ വന്നപ്പോ. കാരണം ലാലുവേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടവും റെസ്പെക്റ്റും ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹം പുറകിൽ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഈശ്വരൻ നമ്മൾ ചെയ്യുന്നതൊക്കെ ഫുൾ മണ്ടത്തരമാണോ എന്ന് അറിയാണ്ട് നമ്മുടെ മൈൻഡിൽ വരും. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ലൊക്കേഷനിലേക്ക് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണത്. പെട്ടെന്ന് ഒരു സഭാകമ്പം വരും. അപ്പോൾ ഗണേഷിന് ഒരു തരത്തിലും അങ്ങനത്തെ ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്യാമറയുടെ അടുത്തേക്കേ പോകാറില്ല. എന്തായിരിക്കും ഈ അഭിനയിച്ചവരും ടെക്നീഷ്യൻസ് ഒക്കെ വിനീത് സാറിന്റെ സെറ്റാണോ എന്നാ പിന്നെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുമല്ലോ. ബാക്കിയുള്ളവർ എന്തായിരിക്കും വിനീത് സെറ്റിനെ കുറിച്ച് പറയാ? നല്ല പണിയായിരിക്കും എന്ന് പറയുന്നുണ്ടാവും. പണി എടുപ്പിച്ച് കൊല്ലുവാടാ. അതെ, അത് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ഗണേഷിന്റെ മുകളിലാണ് അത് പോവുക. ഗണേഷിന്റെ പടമല്ലേ, നല്ല പണിയായിരിക്കും എന്ന് പറയും. ഇച്ചിരി എനിക്കും വരുമായിരിക്കും ചിലപ്പോ. നമ്മളെ ഈ സ്കൂളിൽ പഠിക്കുമ്പോ ഏതെങ്കിലും ഒരു ദിവസം പ്രിൻസിപ്പൾ കടന്നു വരുമ്പോ നമുക്ക് എല്ലാത്ത പേടിയാണല്ലോ. അതുപോലെ തന്നെ വല്ലപ്പോഴേ പോയിട്ടുള്ളൂ എന്ന് സെറ്റില്ല. ഇനി തന്നെ എല്ലാവർക്കും ഒരു പേടിയാ. എന്നെ പേടിയൊന്നുമില്ല ആർക്കും. അവരുടെ അടുത്തൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ. ചീത്ത കുളിയോ? അഭിനയിച്ചൊക്കെ കാണിച്ചൊക്കെ കൊടുക്കോ? എന്തിനാ ശാലിനി, ഞാൻ ഭയങ്കര ബോറണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. വിനീതിന് എനിക്ക് വലിയ കാര്യമാണ്.
താങ്ക് യു. എന്റെ സംശയം ചോദിച്ചതല്ലേ? ആണല്ലേ? ഞാൻ വീണ്ടും എന്റെ റെഫറൻസ് ആരാ? മിസ്റ്റർ ശങ്കർദാസ് ആണ്, അഴകിയ രാവണല്ലേ. ആണല്ലേ? അതാ ചോദിക്കണേ. ആ റെഫറൻസുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. അത് എഴുതിയ ആളുമായിട്ട് മാത്രമേ എനിക്ക് ബന്ധമുള്ളൂ. ആ റെഫറൻസുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ശരി, എന്താ പറയണ്ടേ? പിന്നെ ഇത് സെറ്റിൽ വരുമ്പോ എങ്ങനെ ആൾക്കാരെ ബഹുമാനിച്ച് എഴുന്നേറ്റൊക്കെ നിൽക്കോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഈ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാരും ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ ഫുൾ ചെറവറ എന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇച്ചിരി ക്വയറ്റാവും. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിപ്പോ എനിക്ക് തോന്നുന്നത് അവർക്ക് എന്നെ അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഉള്ള ഇതാണ്. ഇപ്പൊ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന ടൈം ആയപ്പോഴേക്കും എല്ലാവരും ഫ്രീ ആയി. കാരണം ഡബ് ഷൂട്ടില് ഡബിങ് നടക്കുമ്പോൾ ഞാൻ പോയിട്ടുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ അവർ വരുമ്പോൾ ഇടയ്ക്ക് ഞാൻ അവിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്തുണ്ടാവും. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇന്ററാക്ട് ചെയ്ത് ഇപ്പൊ ആ പ്രശ്നമൊന്നുമില്ല. ഡബിങ് ഒക്കെ എല്ലാവരും അപ്പന ചെയ്ത് ഓൾമോസ്റ്റ് ഒരാളുടെ മാത്രം ഡബ് ചെയ്തിട്ടുണ്ട്. ഒരാൾ കംപ്ലീറ്റ്ലി മലയാളിയല്ല, അവക്ക് മാത്രം ഡബ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഓൺ വോയിസ് തന്നെയാണ്. പിന്നെ ഇത് കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും ശബ്ദം? ഇല്ല. ഇപ്പൊ ശബ്ദം ഒന്നും കൊടുക്കാറില്ലേ? എന്നാരും വിളിക്കുന്നില്ല ഇപ്പൊ. പണ്ടൊക്കെ ആണെങ്കിൽ VKP ഒക്കെ വിളിക്കായിരുന്നു. ഇപ്പൊ ആരും വിളിക്കുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡബ് ചെയ്യാൻ. എന്നെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. ഇത് കേട്ടിട്ടെങ്കിലും ആരെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു. ഒരവസരം, ഒരു ചാൻസ്. പിന്നെ ഇതൊരു സെലിബ്രിറ്റി ആണോ? അങ്ങനെ ഞാൻ എന്ത് ചോദിക്കുമ്പോഴും ആദ്യം ഒന്ന് ഞെട്ടുന്നേ. എന്തിനാ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നത്? അല്ല, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. എങ്ങനെയാണെന്നറിയോ ശാലിനി, ഇപ്പൊ ബാക്കിയുള്ളവർ നമുക്ക് തരുന്ന ഫീലിംഗ് ആണത്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ഞാൻ പുറത്തേക്ക് പോകുന്നു, ഞാൻ ഭയങ്കര നോർമലായിട്ട് എന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും വന്നിട്ട് വിനീതേട്ട ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് പറയുന്നു. വേറെ ആരെങ്കിലും വരുന്നു, അപ്പോൾ ആരെങ്കിലും ഫോട്ടോ എടുക്കുന്ന കാണുമ്പോഴേക്കും പിന്നെ ഒരു 3-4 പിള്ളേർ വരും. ഇതാണ് നമുക്ക് ആ ഫീലിംഗ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര നോർമലായിട്ട് തന്നെയാണ് എന്റെ ലൈഫ്. ഭയങ്കര നോർമലാണ്. ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നത്. അപ്പൊ എനിക്ക് ചെന്നൈയിൽ അങ്ങനെ ഫുൾ എല്ലാ സ്ഥലത്തും മലയാളികളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ കടയിൽ പോയി സാധനം വാങ്ങിക്കുകയും അങ്ങനെ സാധാരണ എല്ലാവരും എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലൊക്കെ തന്നെയാണ് എന്റെ ലൈഫ് പോകുന്നത്. എനിക്ക് നാട്ടിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. ഒരു സെലിബ്രിറ്റി ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. സെലിബ്രിറ്റി ഫീലിംഗ് അല്ല, റെസ്ട്രിക്റ്റഡ് ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. സെലിബ്രിറ്റി ഫീലിംഗ് എന്ന് വിളിക്കാൻ പറ്റില്ല അതിന്. അപ്പൊ സ്വയമായിട്ട് ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് സ്വന്തമായിട്ട് ഓർമ്മിപ്പിക്കാനാണോ ഈ ടീഷർട്ട് ഇട്ടേക്കണേ? ഈ ടീഷർട്ട് ഒരു അബദ്ധം പറ്റിയതാണ്. ഞാൻ ഇതിന്റെ കളറ് കണ്ടിട്ട് എടുത്തതാണ്. എനിക്കറിയാം, എന്താ അബദ്ധം പറ്റിയതാണ്. ഞാൻ ഈ ടീഷർട്ട് മാറ്റിയിട്ട് വരണമെന്ന് വിചാരിച്ചാണ്. അതിൽ കയറി പിടിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. രാവിലെ ഇറങ്ങുമ്പോൾ ദിവ്യ എന്റെ അടുത്ത് പറഞ്ഞു, ഇതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചോന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, വായിച്ചില്ല. അപ്പൊ അവള് പറഞ്ഞത് ഞാൻ പറഞ്ഞു ദൈവമേ, വേറെ ഉണ്ടായിരുന്നില്ല, അലക്കാനിട്ടിരിക്കുക. ഇനി എഴുതിയിരിക്കുന്നത് വായിക്കാം. CELE, ഷോർട്ട് വേർഡ് ഫോർ സെലിബ്രിറ്റി ലൈക്ക് മീ. ഭയങ്കര ബോറാണ്. ഇല്ല, ഈ ടീഷർട്ട് ഞാനിനി ഇടൂല. അതെന്താ? പറ്റൂല. നല്ലതാ, ചർച്ചയൊക്കെ ഉണ്ട്. ഓ, താങ്ക് യു. ഞാൻ വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് നോക്കണ പിടിക്കുമായിരിക്കും എന്ന്. ഞാൻ നോക്കണ മനസ്സിലായില്ലേ അപ്പൊ? ശരി, സെലിബ്രിറ്റി ആണ് കേട്ടോ. അല്ലെങ്കിൽ സെലിബ്രിറ്റി അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ സ്പോട്ട്ലൈറ്റിന് വിളിക്കില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആര് വരുമ്പോഴും സെലിബ്രിറ്റി ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ വിനീത് എന്നെ ഓർമ്മിപ്പിക്കുന്നില്ല, അതാണ് പ്രശ്നം. അതാ ഞാൻ ഇവര് ചോദ്യമൊക്കെ ചോദിക്കണ്ട. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി റെസ്ട്രിക്ട് ചെയ്തൊക്കെ ചോദ്യം ചോദിച്ചെന്നെ. ആണല്ലേ? എങ്ങനെയാ ഇവരൊക്കെ ബിഹേവ് ചെയ്യുന്ന പറഞ്ഞു? ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാട്ടോ. ശരി, എന്ത് ന്യൂസ് ഉണ്ടെങ്കിലും വിനീതിനെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കിനെ അറിയിക്കാനുള്ള ഒരു മാധ്യമമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സോഷ്യൽ മീഡിയ അല്ലെ? അതൊരു പടത്തിന്റെ ടീസർ ഇറക്കുകയാണെങ്കിലും പ്രൊഡ്യൂസറായിട്ട് ഡെബ്യൂ ചെയ്യാൻ പോകുന്ന വേൾഡിനെ അനൗൺസ് ചെയ്യുന്നതും ഒക്കെ അങ്ങനെയല്ലേ? ഓൾമോസ്റ്റ്. ഇതാരാ ഈ സോഷ്യൽ മീഡിയ നോക്കണത്? ഞാൻ തന്നെ നോക്കുന്നത്. എല്ലാത്തിനും തച്ചിന് റിപ്ലൈ ഒക്കെ അയക്കും. എന്ത് കുറ്റം കണ്ടുപിടിച്ചാലും ഒക്കെ ആൾക്കാരെ കണ്ടുപിടിക്കില്ലേ? അല്ല, ഞാൻ റിപ്ലൈ അയക്കുന്നതൊക്കെ ഞാൻ തന്നെ അയക്കുന്ന കേട്ടോ. എനിക്ക് അഡ്മിൻസ് ഒന്നുമില്ല. നിത്യാമേനൊക്കെ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയ ശരിക്കും ഒരു വേസ്റ്റേജ് ഓഫ് ടൈം ആണ്. എങ്ങനെയാ വിനീതൻ? എങ്ങനെയാ? അത് ഓരോരോ ആൾക്കാർ അതിനെ കാണുന്ന പോലെ ഇരിക്കും ശാലിനി. ഇപ്പൊ നമ്മൾ ഒരുപാട് നേരം അതിൽ നിന്ന് കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യും. ഇപ്പൊ ശാലിനി പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ സിനിമയുടെ ഒരു ടീസർ, ട്രെയിലർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അത് ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ടൂൾ തന്നെയാണ്. പക്ഷെ ഒരു പരിധി കൂടുതൽ നമ്മൾ അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ എവിടേക്കോ നമ്മൾ നമ്മുടെ സമയം കളയും. ഒരു ദിവസം എത്ര മണിക്കൂർ വിനീത് സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കും? ഡിപ്പെൻസ്. സാധാരണ നമ്മുടെ സിനിമയുടെ വർക്കൊക്കെ നടക്കുന്ന സമയത്ത് കുറവാണ്. എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനുള്ളത് പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞാനത് അങ്ങനെ നോക്കൊന്നുമില്ല. രാവിലെ ചിലപ്പോൾ കുറച്ചു നേരം ഒന്ന് നോക്കും, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് നോക്കും, അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഫിലിം പ്രൊമോഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ നേരം സ്പെൻഡ് ചെയ്യും. അതായത് ഈ സമയങ്ങളിലൊക്കെ. കഴിഞ്ഞ ദിവസം എന്റെ പിറന്നാൾ ഉണ്ടായിരുന്നു. അപ്പൊ പിറന്നാളിന് മെസ്സേജ് അയച്ച ആൾക്കാർക്കൊക്കെ എനിക്ക് മാക്സിമം ആൾക്കാർക്ക് റിപ്ലൈ അയക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നലെ രാവിലെ ഞാൻ എഴുന്നേറ്റു. വാട്സാപ്പിൽ എനിക്ക് അയച്ച ആൾക്കാർക്കൊക്കെ ഞാൻ ഒരു 2 മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്തു. എത്ര പേര് അയച്ചു വാട്സാപ്പില്? വാട്സാപ്പിൽ കുറെ പേര് അയച്ചു. ഒരു 500? ഇല്ല, അത്രയൊന്നുമില്ല. ഒരു 100 കാണും. ഈ 100 പേർക്കും തിരിച്ചയച്ചോ? അയച്ചു. എനിക്ക് തിരിച്ചു കിട്ടിട്ടോ? കിട്ടിയില്ലേ? ഞാൻ ഒരുവിധം എല്ലാവർക്കും അയച്ചു. എനിക്ക് ഒന്നൊരു 10-15 എണ്ണം ബാലൻസ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. വാട്സാപ്പിൽ ഞാൻ എല്ലാം ഫിനിഷ് ചെയ്തു. ഫേസ്ബുക്കിൽ എന്നെ ടാഗ് ചെയ്ത ആളുകൾക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ അയച്ചു. പക്ഷെ മെസ്സേജസ് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഒരുപാടുണ്ട്. ഞാനൊരു മനുഷ്യനല്ലേ? അല്ല, അങ്ങനെയല്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പക്ഷെ എനിക്ക് ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ അയക്കണം എന്നുള്ള ഒരു കേട്ടസി ആണല്ലോ. അത് ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ റൗണ്ടിന്റെ പേര് പാഞ്ച് കാ പഞ്ച് എന്നാണ്. ഇതിൽ ഞാൻ 5 വാക്ക് പറയും. ഓരോ വാക്കും പറയുമ്പോൾ എന്താണോ മനസ്സിൽ വരുന്നത് അതങ്ങോട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ആലോചിക്കൊന്നും ചെയ്യരുത്. ഡിപ്ലോമസിയും പാടില്ല.
ശരി. കോളേജ് ലൈഫ് ഫൺ. റൊമാൻസ് ഒന്നും ഓർമ്മ വരുന്നില്ല. റൊമാൻസ് ഫൺ, അതില് എല്ലാം ഉണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ഫണ്ണായിട്ട് തോന്നിയെന്തായിരുന്നു കോളേജ് ലൈഫിൽ? 3-4 വർഷം പഠിച്ചില്ലേ? പിന്നെ സപ്ലി ഉണ്ടായിരുന്നോ? സപ്ലി ഒരെണ്ണം ഉണ്ടായിരുന്നു എനിക്ക്. ഉണ്ടായിരുന്നല്ലേ? വെറുതെ ഇട്ട് നോക്കിയതാ, കിട്ടുവാണെങ്കിൽ പോരട്ടെ കരുതി. ഇലക്ട്രിക്കൽ മെഷീൻസ് ആൻഡ് ഡ്രൈവ്സ്. ഓ ഐ സി. ശരി. അപ്പൊ ഏറ്റവും കൂടുതൽ ഫണ്ണായിട്ട് തോന്നിയത് എന്താ? നമ്മുടെ ക്യാമ്പസ് ലൈഫിലുള്ള കുറെ പരിപാടികളുണ്ട്. അത് ചിലതൊന്നും പുറത്തു പറയാൻ പറ്റില്ല. നോബിൾ ഞാനൊക്കെ ഒരുമിച്ച് പഠിച്ചാ. ഞങ്ങളുടെയൊക്കെ കോമൺ ആയിട്ടുള്ള കുറെ ഇൻസിഡൻസ് ഉണ്ട്. ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ടായിരുന്നു? ക്ലാസ്സിൽ ഒരു 40-42 പിള്ളേരുണ്ടായിരുന്നു. അല്ല, ഒരാൾ വിനീതല്ലേ? ബാക്കി 41 പേരെ സിനിമ കൊണ്ടുവന്നോ? ഇല്ല, സംശയം കൊണ്ട് ചോദിച്ചതാ. അജു ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അജു പക്ഷെ എന്റെ ബ്രാഞ്ച് ഒന്നും ആയിരുന്നില്ല. അവൻ ഈസി ആയിരുന്നു. നോബിള് ട്രിപ്പിൾ ആയിരുന്നു, ഞാൻ മെക്കായിരുന്നു. പക്ഷെ നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു? ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു. എത്ര പേര് പോയി വിചാരിക്കണ്ടാവില്ല, പക്ഷെ അന്ന് വിനീതിന്റെ പിന്നാലെ കൂടിയാ മതിയായിരുന്നു എന്നൊക്കെ. ഇപ്പൊ അവരൊക്കെ രക്ഷപ്പെട്ട് നല്ല നിലയിൽ നിൽക്കുക, നമ്മളിവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ശരി. വള്ളിക്കെട്ട് എന്ന് പറയുമ്പോ 1-2 ആൾക്കാര്. എന്നെ നോക്കണേ? അല്ല അല്ല, ഞാൻ വേറെ ആരെ നോക്കിട്ട് സംസാരിക്കുക. ശരി, പറഞ്ഞോ. മതിലുള്ള പറഞ്ഞോ, ആരെയാ ഓർമ്മ വരുന്നത്? അത് പറയാൻ പറ്റില്ല. നല്ല ആൾക്കാരുടെ മുഖം ഓർമ്മ വരുന്നുണ്ട്. ഓർമ്മ വരുന്നുണ്ട്. എന്തുകൊണ്ട് അവര് വള്ളിക്കെട്ടായതെന്ന് പറയാൻ പറ്റില്ല. അതും പറ്റൂലേ? ഞാൻ ആൾക്കാരെ പറ്റി ദുഷിപ്പ് പറയാറില്ല. വളരെ മോശം കുട്ടിയാണല്ലോ. നല്ല ശീലങ്ങളൊന്നുമില്ല. അല്ല, പബ്ലിക് ആയിട്ട് പറയാറില്ല. ഓ അങ്ങനെ. മൈക്ക് ഓഫ് ചെയ്താ ഞാൻ പറഞ്ഞുതരാന്ന്. മൈക്ക് ഓഫ് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. സിനിമയിലുള്ളവരാണോ അല്ലാത്തവരാണെന്ന് പറഞ്ഞത്? ഷോ അല്ലാത്തവരാന്ന് പറഞ്ഞത് ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചത്. ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും ക്ലൂതാ? ഇല്ല, ഒന്നും പറയാൻ പറ്റില്ല. വെരി സോറി. ശരി. എന്നാ പിന്നെ ടീച്ചർ എന്ന് പറയുമ്പോഴോ? ബാലമാസ്റ്റർ, എന്നെ മ്യൂസിക് പഠിപ്പിച്ച മാഷ് ബാലമാഷ്. പിന്നെ ചാന്ദ് പാഷാബായി എന്ന് പറഞ്ഞിട്ട് എന്നെ മാപ്പിളപ്പാട്ട് പഠിപ്പിച്ച വേറൊരു മാഷുണ്ട്. അന്ന് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന്റെ സമയത്ത്. ഇവർ രണ്ടുപേരുമാണ്. വിനീതിലൊരു പാട്ടുകാരൻ ഒളിഞ്ഞിരിക്കേണ്ടെന്ന് കണ്ടുപിടിച്ചവരാണ് ഇവർ രണ്ടുപേരും. പറയാം, അങ്ങനെ പറയാം. വിനീതിന് ഏതാ കൂടുതൽ ഇഷ്ടം? മാപ്പിളപ്പാട്ട് പാടാനാണോ ഇഷ്ടം, അതോ ശാസ്ത്രീയ സംഗീതം? ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് പാടാൻ പറ്റുന്ന മാപ്പിളപ്പാട്ടാണ്. അതെനിക്ക് മനസ്സിലായി. ക്ലാസിക്കൽ മ്യൂസിക് പാടാൻ ഇച്ചിരി കൂടെ പ്രാക്ടീസ് ഒക്കെ വേണമല്ലോ. 2 പാട്ട് പറയാം. അതിൽ ഏത് പാട്ടാണ് പാടാൻ കൂടുതൽ എളുപ്പം എന്ന് പറയണം? ഗംഗയാണോ ഹരിമുരളീരവാണോ? പാടേണ്ടി വരും കേട്ടോ. ആണല്ലേ? അമ്മേ ഗംഗേ, അത്രയും പാടില്ലേ? അപ്പൊ ഹരിമുരളീരവം പാടിക്കേ. ഹരിമുരളീരവം അത്രയും മതി. ബാക്കി പാടിക്കഴിഞ്ഞാൽ അത് ഞാൻ പേയ്മെന്റ് വാങ്ങിക്കാണ്ട് പാടില്ല. അങ്ങനെ. ശരി. സന്തോഷം എന്ന് പറയുമ്പോഴോ? സന്തോഷം ദിവ്യ. ടെൻഷൻ എന്ന് പറയുമ്പോ? സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ. ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ എന്നാലും പല കാര്യങ്ങളും നമുക്ക് ഡൗട്ടും, ഇത് വർക്കാവോ വർക്കാവില്ലയോ എന്നൊക്കെ പറയുന്ന കുറെ ടെൻഷൻസ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്ത് ടെൻഷൻ അടിച്ച സിനിമ ഏതായിരുന്നു? വടക്കൻ സെൽഫി. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്ത് സെക്കൻഡ് ഹാഫ് എഡിറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് കറക്റ്റ് ആയിട്ട് വർക്കാവോ എന്നുള്ള കാര്യത്തിലൊക്കെ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച പടം അതാണ്, വടക്കൻ സെൽഫി. നന്നായിട്ടൊന്ന് മെലിഞ്ഞോ? നന്നായിട്ട് തടിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരും, ഞാൻ നന്നായി കഴിക്കും. അതെ, ഒരു പാട്ടുകാരനായിട്ട് മലയാള സിനിമയിൽ വന്നു, പിന്നീട് അഭിനേതാവായിട്ട് തുടർന്നു, അതിനുശേഷം സംവിധായകനായി. അതിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ചെയ്തോ? കുറച്ച് ദിവസം ഞാൻ കൈക്കോട്ട് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. ആണല്ലേ? ശരി. ഫൈനലി പ്രൊഡ്യൂസറായിട്ട് മലയാള സിനിമയിൽ സ്ഥാനം ഉറപ്പിച്ചു. ഇനി എന്താ അടുത്ത് ചെയ്യാൻ പോണത്? ഈ ചെയ്തതൊക്കെ ഒന്നുകൂടെ മര്യാദയ്ക്ക് ചെയ്യണം. ഇനിയിപ്പോ വൃത്തിയായിട്ട് പഠിച്ചിട്ട് ചെയ്യണം. പക്ഷെ വിനീതിനോട് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, വിനീതിനെ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് വിനീതിന്റെ ശബ്ദം കേട്ടിട്ടാണ് യൂത്ത് ഫെസ്റ്റിവലിന്. ഓർമ്മയുണ്ട് ഞാനന്ന് പറഞ്ഞത്? അതിനുശേഷം ഇതിനു മുന്നേ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിന്റെ സമയത്ത് നമ്മൾ സംസാരിച്ചതിന് ശേഷം വിനീത് കുറച്ചുകൂടി ആൾക്കാരുടെ ഇടയിൽ പോപ്പുലർ ആയിട്ട് മെയിൽ വോയിസിലും ഫീമെയിൽ വോയിസിലും പ്രേതം സിനിമയിൽ പാടിയതിനു ശേഷമാണ്. അതിനൊക്കെ നല്ല പ്രിസിഷൻ കിട്ടിയോ? അത് കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, അങ്ങനെ ഫീമെയിൽ വോയിസിൽ പാടിയത് രസമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അത് അന്ന് എന്റെ അടുത്ത് ജയസൂര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ വേണമെങ്കിൽ വേറെ ആളെ വെക്കാന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ വിനീത് ഇങ്ങോട്ട് പറയുക ചെയ്തത് ഞാൻ തന്നെ പാടിക്കോളാം ചേട്ടാ, രണ്ടും കൂടി ആണ്. എനിക്ക് ട്രൈ ചെയ്തു, കാരണം നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ചാൻസ് കിട്ടൂലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു പാട്ടിൽ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് അതിന്റെ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞപ്പോ എന്നാ പിന്നെ ട്രൈ ചെയ്യാന്നുണ്ടായിരുന്നു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വിനീതിനെ ശബ്ദം കൊണ്ട് എക്സ്പെരിമെന്റ് ചെയ്യാൻ വലിയ ഇഷ്ടമല്ലേ. കാരണം ഒരു മുത്തശ്ശി കഥ എന്ന് പറഞ്ഞ സിനിമയില് ആ ലവ് ലെറ്റർ സീനും ശബ്ദം കൊണ്ടുള്ള എക്സ്പെരിമെന്റ് ചെയ്ത് തകർത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് കേൾക്കാൻ വേണ്ടിട്ടാ. അയ്യോ, എനിക്ക് പക്ഷെ ആ ലെറ്ററിലെ കണ്ടന്റ് ഒന്നും ഓർമ്മയില്ല. ചുമ്മാ അറിയാവുന്നത് ഒരു വിളി ഓർമ്മ. ലീല അതൊക്കെ കൈ നിട്ടതാ, അതങ്ങനെ വേണമെന്ന് പറഞ്ഞോ? അല്ല, അത് പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ ലീലയെല്ലാം മറക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞതാണ്. പിന്നെ മിമിക്രി ചെയ്യാൻ അറിയോ? അങ്ങനെ അറിയില്ല, ചെറുതായിട്ടൊക്കെ. ഭയങ്കര വോയിസ് ഇമിറ്റേഷൻ ഒന്നും അറിയില്ല, സ്റ്റൈലൊക്കെ ചെറുതായിട്ടൊക്കെ. ആരെങ്കിലും സ്റ്റൈൽ എടുത്ത് ലാലൂട്ടന്റെ നീലത്താമര എന്ന് പറയുന്നത് അത്രയും മതി. സുരേഷ് ഗോപി എടുത്ത് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറയുന്നല്ലേ? മമ്മൂക്കയുടെ ഇല്ല, എനിക്ക് അറിയില്ല. അറിയാൻ ചെയ്യാത്താണ്. അറിയില്ല. ഇതും കൂടെ കഴിഞ്ഞാലേ ഞാൻ ഇവിടുന്ന് വിടുള്ളൂ കേട്ടോ. എനിക്കിപ്പോ നേരത്തെ വീട്ടിൽ പോയിട്ട് വലിയ പണിയൊന്നുമില്ല. അല്ല, എനിക്ക് വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ അറിയില്ല, ജസ്റ്റ് സ്റ്റൈല് എങ്ങനെ ഇരിക്കും. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, അത് തൊട്ടറിയണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. പിന്നെ ആരുടെയൊക്കെ അറിയാം? എസ് ജാനകി. ആഴക്കടലിന്റെ അങ്ങേ കരയിലായി
നേരം വെളുക്കുന്ന മേട്ടിൽ. ഇത് ആരെങ്കിലും ഒക്കെ ഇവരുടെ മുന്നിൽ വെച്ച് കേൾപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയില്ല, ഫ്രണ്ട്സിന്റെ ഇടയിൽ മാത്രം. ഏതാ ഏറ്റവും കൂടുതൽ പോപ്പുലർ? ഉമ്മൻചാണ്ടി. ചെയ്യ്. இதயம் உடைத்தாய் நொறுங்கவே ஐக்கிய ஜனாதிபதி முன்னே மறு இதயம். മതിയോ? ഇതൊക്കെ വളരെ ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. വിനീതിന് ഇങ്ങനെ ഒരു മറുവശം കൂടി അറിയട്ടെ. ഇത്രയും പാവം പിടിച്ചൊരു പയ്യന് ഒന്നാമതൊരു ചീത്തപ്പേരുണ്ട്, മൊത്തത്തിലൊരു നന്മമരാണ്. നേരത്തെ പറഞ്ഞ പോലെ അജു വർഗീസ് പറഞ്ഞ പോലെ. മനസ്സിലായി ദശക. അപ്പൊ വിനീത് ആനന്ദ് ഇറങ്ങാൻ പോണല്ലോ, ഓൾ ദ വെരി ബെസ്റ്റോ. ഈ പറഞ്ഞ പോലെ തന്നെ അതിന് സാറ്റലൈറ്റ് റൈറ്റ് ഇഷ്ടം പോലെ കിട്ടട്ടെ. പിന്നെ ചാനലുകളൊക്കെ തമ്മിൽ മത്സരം ആയിക്കോട്ടെ, എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. പിന്നെന്താ ഓവർസീസ് അല്ലേ? ഓവർസീസ് ഇവിടെ നന്നായിട്ട് കളിച്ചു. തിയേറ്ററാണ് നമുക്ക് മെയിൻ ആയിട്ട്. തിയേറ്ററിൽ ആളുകൾ വന്ന് കാണണം. തിയേറ്ററിൽ ആള് വന്ന് കണ്ടാൽ മാത്രമേ ഓവർസീസും കിട്ടുള്ളൂ അല്ലെ? അതൊന്നും അല്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ മതി ശാലിനി. ബേസിക്കലി അത്രേ ഉള്ളൂ. വിനീതിന് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ വിനീതിന്റെ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ഇത്രയും നേരം വെച്ച് പറഞ്ഞത് വെച്ചിട്ടും ട്രെയിലർ കണ്ടത് വെച്ചിട്ടും, ട്രെയിലറൊക്കെ ഒത്തിരി ഹിറ്റ് ആയിരുന്നില്ലേ യൂട്യൂബിലൊക്കെ? അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന് പറയുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ഫ്ലേവർ കാണുമ്പോ. അത് വെച്ചിട്ട് ഞാൻ പറയട്ടെ, ഇത് ഒരു 101 ദിവസം ഓടട്ടെ. എനിക്ക് കരുനാക്കാട്ടോ. ആണല്ലേ? പൊന്നാവട്ടെ. ഓടിക്കഴിഞ്ഞ അടുത്ത സക്സസ് പാർട്ടിക്ക് എന്നെ വിളിക്കും. ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നിങ്ങൾ കൂടാറുള്ള ഹാളിന്റെ തൊട്ടപ്പുറത്തെ താമസിക്കണേ. ശരി, ഇതിന്റെ 101ാമത്തെ ദിവസം ശാലിനി ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കും. ഉറപ്പായിട്ടും. കൊടുകൈ. താങ്ക് യു. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു ശാലിനി.